വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് കുന്തലത ഭാഗം 8, അധ്യായങ്ങൾ 14, 15. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചു നിർത്തിയത് യുവരാജാവായ പ്രതാപചന്ദ്രൻ വരും വരായികകളെക്കുറിച്ച് ആലോചിക്കാതെ കുന്തളദേശത്തേക്ക് യുദ്ധാഹ്വാനം ചെയ്ത് ദൂതനെ അയക്കുകയും ഇതറിഞ്ഞ അഘോരനാഥൻ വളരെ കോപം കൊള്ളുകയും തുടർന്ന് യുദ്ധത്തിന് വേണ്ട ഏർപ്പാടുകൾ ഓരോന്നായി ഒരുക്കുകയും ചെയ്യുന്നിടത്താണ്. ഇനി നമുക്ക് തുടരാം. അധ്യായം 14, അനുരാഗവ്യക്തി. കുന്തലതയും രാമകിശോരനും തമ്മിൽ വളരെ പരിചയമായ വിവരം പറഞ്ഞുവല്ലോ. അവർ തമ്മിൽ സംസാരിക്കുന്നതും അന്യോന്യമുള്ള ഔത്സുക്യവും കണ്ടിട്ട് യോഗീശ്വരൻ സന്തോഷിക്കും. രാമകിശോരൻ്റെ ദീനം നല്ലവണ്ണം ഭേദമായി. ശരീരം മുമ്പത്തെ സ്ഥിതിയിൽ ആയിയെങ്കിലും യോഗീശ്വരൻ പുറത്തേക്ക് പോകുമ്പോഴൊക്കെയും രാമകിശോരനെ കൂടി വിളിച്ചു കൊണ്ടുപോകുമാറുണ്ടായിരുന്നത് മാറി. കുന്തലതയോടുകൂടെ ആരാമത്തിൽ നടന്ന് ഓരോ സംഗതികളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ താൽപ്പര്യം തോന്നുകയാൽ രാമകിശോരന് അതുകൊണ്ട് ഒട്ടും സൗഖ്യക്കേടുണ്ടായില്ല. അവർ തമ്മിൽ പരിചയം വർദ്ധിക്കണമെന്നായിരുന്നു യോഗീശ്വരൻ്റെയും മനോരഥം എന്ന് തോന്നും. എന്തുകൊണ്ടെന്നാൽ താൻ പുറത്തേക്ക് പോകാത്ത ദിവസങ്ങളിലും രാമകിശോരനും കുന്തലതയും നടക്കുന്ന ദിക്കിലേക്ക് ചെല്ലുകയാകട്ടെ അവരെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാകട്ടെ ചെയ്യുകയില്ല. പക്ഷേ അവർ തമ്മിൽ തന്നെ സംസാരിക്കുമ്പോൾ വല്ല സംഗതിയെക്കുറിച്ചും ഭിന്നാഭിപ്രായമുണ്ടായാൽ യോഗീശ്വരനോട് ചെന്ന് ചോദിക്കുകയും അപ്പോൾ തൻ്റെ അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നാൽ രാത്രിയിൽ രാമകിശോരനും യോഗീശ്വരനും തമ്മിൽ പതിവ് പോലെയുള്ള സംഭാഷണത്തിന് ഒരിക്കലും മുടക്കം വരികയുമില്ല. അത്താഴം കഴിഞ്ഞ് കുന്തലതയും പാർവതിയും കൂടി അകത്ത് വാതിലടച്ച് കിടന്ന ശേഷം ഉമ്മറത്ത് കിടന്ന് ഉറക്കം വരുന്നതുവരെ ഗുരുവും ശിഷ്യനും കൂടി വളരെ നേരം സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെ കഴിഞ്ഞു പോരുന്ന കാലം ഒരു ദിവസം രാമകിശോരനും കുന്തലതയും കൂടി തോട്ടത്തിൽ നടക്കുമ്പോൾ രാമദാസൻ അവിടെ പണിയെടുക്കുന്നത് കണ്ടു. കുന്തലത അച്ഛൻ എവിടെയാണ് എന്ന് അവനോട് ചോദിച്ചു. രാമദാസൻ: പുലർച്ചെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ടു. കുന്തലത: അപൂർവമായിട്ട് ചിലപ്പോൾ അച്ഛൻ രാവിലെയും പുറത്തേക്ക് പോവുക പതിവുണ്ട്. രാമകിശോരൻ: ഈയിടെ പുറത്തേക്ക് പോകുമ്പോൾ എന്നെ വിളിക്കാത്തത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുന്തലത: അതുള്ളത് തന്നെ. അങ്ങയുടെ ദീനം ഭേദമായ ശേഷം 1 or 2 കുറിയല്ലാതെ അച്ഛൻ്റെ ഒരുമിച്ച് പുറത്തേക്ക് പോവുകയുണ്ടായിട്ടില്ല. രാമകിശോരൻ: ഒരു ദിവസം ഞാനും പോരാമെന്ന് പറഞ്ഞ് കൂടെ ചെന്നു. അപ്പോൾ ക്ഷീണം നല്ലവണ്ണം തീരട്ടെ, അതിനു മുമ്പ് പുറത്തിറങ്ങിയിട്ട് തരക്കേട് വരേണ്ട എന്ന് പറഞ്ഞു. കുന്തലത: അതാവില്ല. ക്ഷീണം നല്ലവണ്ണം തീർന്ന് ദേഹം സ്വസ്ഥമായിട്ട് എത്ര നാളായി? അച്ഛൻ്റെ അന്തർഗതം എന്താണെന്നറിവാൻ എളുപ്പമല്ല. രാമകിശോരൻ: അദ്ദേഹത്തിൻ്റെ ഹൃദയം അഗാധമാണ്. എനിക്ക് നല്ല പരിചയമുണ്ട്. ഏതെങ്കിലും അച്ഛൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കൊട്ടും സുഖക്കേടുണ്ടായില്ല. കുന്തലത അല്പം പുഞ്ചിരിയോടുകൂടി: അതെന്തുകൊണ്ട്? രാമകിശോരൻ: നമുക്ക് തമ്മിൽ സ്വൈരമായി സല്ലാപം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ്. അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായാൽ നാം പറയുന്നത് അദ്ദേഹത്തോടായിരിക്കും. നമുക്ക് തമ്മിൽ നേരിട്ട് ഒന്നും പറയുവാൻ ഇടവരികയുമില്ല. അതങ്ങനെ തന്നെ. അച്ഛൻ അങ്ങയെ ചിലപ്പോൾ കൂട്ടിക്കൊണ്ടുപോയാൽ എനിക്കും ഒട്ടും സൗഖ്യമുണ്ടാവാറില്ല. പതിവ് പോലെ സംസാരിക്കാൻ ആരുമില്ലായകയാൽ മനസ്സിന് ഒരു മൗഢ്യം തന്നെ വന്ന് ബാധിക്കും. അങ്ങൊന്ന് അച്ഛൻ്റെ കൂടെ പോകേണ്ട എന്ന് പറയുവാനും എനിക്ക് മടിയുണ്ട്. അങ്ങേക്ക് അച്ഛൻ്റെ ഒരുമിച്ച് നടന്നാൽ പലതും ഗ്രഹിക്കുവാനുണ്ടാകുന്നതാണ്. എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ഇരുന്നാൽ എന്ത് ലാഭം? രാമകിശോരൻ: ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. അച്ഛൻ്റെ കൂടെ നടന്നാൽ പലതും ഗ്രഹിപ്പാനുണ്ടെന്ന് പറഞ്ഞത് ശരി തന്നെ. എന്നാൽ പരമാർത്ഥം കുന്തലതയുമായി സംഭാഷണം ചെയ്ത് ആ മധുരമായ വാക്കുകളെ ആസ്വദിക്കുവാനാണ് എനിക്ക് അധികം സന്തോഷം. കുന്തലത: എൻ്റെ പ്രായത്തിലുള്ള ആളുകളെ ഇതിൽ കീഴിൽ എനിക്ക് കാണുവാനിടവരാത്തതിനാൽ അങ്ങൊന്നുമായുള്ള സല്ലാപത്തിൽ എനിക്ക് കൗതുകം തോന്നുന്നത്
അത്ഭുതമല്ല. പല ദിക്കുകളിലും സഞ്ചരിച്ച് വളരെ ജനങ്ങളെ കാണുവാനും സംസാരിപ്പാനും സംഗതി വന്നിട്ടുള്ള അങ്ങേക്ക് ഈ പ്രാകൃതയായ എന്നോട് സംസാരിക്കുന്നതിലാണ് അധികം സന്തോഷം എന്ന് പറഞ്ഞത് എന്നെ മുഖസ്ഥിതി ചെയ്തതല്ലല്ലോ. രാമകിശോരൻ: കഷ്ടം, എന്നോട് ഇത്ര നിർദയ കാണിക്കരുതേ. വളരെ ജനങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു കുന്തലതയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ദർശനം ചെയ്യണമെന്ന് വളരെ കാലമായി ആഗ്രഹിച്ചു വരുന്ന ഒരു പുണ്യസ്ഥലത്ത് ഏറ്റവും പണിപ്പെട്ട് എത്തിയ തീർത്ഥവാസികൾക്ക് തോന്നും പോലെ ഭവതിയെ ഒന്നാമതായി കണ്ടപ്പോൾ എനിക്ക് ഒരു കൃതകൃത്യതയാണ് തോന്നിയത്. പിന്നെ ഭവതിയുടെ ദയാപൂരം കൊണ്ട് എൻ്റെ സ്നേഹം വർദ്ധിച്ചതും വിശ്വാസം ജനിച്ചതും നോം തമ്മിൽ ഒന്നാമതായി സംഭാഷണമുണ്ടായ ദിവസം ഞാൻ വ്യക്തമായി പറഞ്ഞുവല്ലോ. അന്ന് ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലെങ്കിൽ ഈ വിധം സംശയങ്ങളെക്കൊണ്ട് എന്നെ വ്യസനിപ്പിക്കില്ലായിരുന്നു. കുന്തലത: എന്നെക്കുറിച്ച് ദയോടുകൂടി പറഞ്ഞ ആ വാക്കുകൾ ശിലാരേഖ പോലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളത് ഇതാ ഇപ്പോൾ കൂടി എനിക്ക് പ്രയാസം കൂടാതെ വായിക്കാം. എങ്കിലും അങ്ങയുടെ വസ്തുത സൂക്ഷ്മമായി അറിയായികയാലും ആ വാക്കുകൾ അങ്ങയുടെ അവശസ്ഥിതിയിൽ ഞാൻ കുറഞ്ഞൊരു ഉപകാരം ചെയ്തതിനെക്കുറിച്ച് കൃതജ്ഞത ഹേതുവായിട്ട് മാത്രം പറഞ്ഞതായിരിക്കുമെന്ന് ഞാൻ ശങ്കിച്ചു. രാമകിശോരൻ: അയ്യോ, ഈ ശങ്കകൾക്ക് എന്ത് കാരണം? നമ്മിലെ അനുരാഗം നാം തമ്മിൽ വാക്കുകളെ കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയങ്ങൾ അനുരാഗോത്ഭൂതങ്ങളായ പല ചേഷ്ടകളെക്കൊണ്ടും അന്യോന്യം പ്രദർശിപ്പിച്ചിട്ടില്ലേ? കുന്തലത: അങ്ങേക്ക് എൻ്റെ മേൽ അനുരാഗമുണ്ട് എന്ന് തോന്നുമ്പോൾ സന്തോഷവും, പിന്നെ അങ്ങയുടെ പരമാർത്ഥം അറിയായികയാൽ വല്ല സംഗതി കൊണ്ടും ആശാഭംഗം വന്നു പോകുമോ എന്നുള്ള ഭയവും, രണ്ടിനെക്കുറിച്ചും സംശയവും എൻ്റെ മനസ്സിൽ ഇടകലർന്നുകൊണ്ടാണ് ഇത്ര നാളും കഴിഞ്ഞത്. അയ്യോ ദൈവമേ, എൻ്റെ ഹൃദയം ഈ വേദനകൾ അനുഭവിക്കേണ്ടതല്ലേ എന്നിങ്ങനെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുമുണ്ട്. അങ്ങുമിങ്ങും ഉഴന്നുകൊണ്ടും ഒരിടത്തും ഉറച്ചു നിൽക്കുവാൻ കഴിവില്ലാതെയും എത്ര അധ്വാനിച്ചു ഈ ഹൃദയം. കഷ്ടം. രാമകിശോരൻ: എൻ്റെ പ്രിയതമയായ കുന്തലത്തെ, എൻ്റെ അനുരാഗം മുഴുവനും ഭവതിയുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഭവതി എൻ്റെ പ്രാണനായികയാണ്. ഇനിയെങ്കിലും ആ ബാഷ്പധാരയെ നിർത്തി അങ്ങുമിങ്ങും സഞ്ചരിച്ച് വളരെ വേദന അനുഭവിച്ച ആ ഹൃദയം ഇവിടെ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് കുന്തലതയെ തൻ്റെ മാറോടണച്ച് ധാരാളമായി വന്നിരുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് യോഗീശ്വരനെ കൂടി അറിയിക്കാത്തതിൻ്റെ ചില ചരിതങ്ങളെ ഏറ്റവും ഗോപ്യമായി കുന്തലതയോട് പറഞ്ഞു. അപ്പോൾ കുന്തലത വളരെ മുഖപ്രസാദത്തോടുകൂടി രാമകിശോരൻ്റെ മുഖത്തേക്ക് നോക്കി, ഇനി എൻ്റെ പ്രിയ രാമകിശോര എന്ന് വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒരു ദീർഘനിശ്വാസം അയച്ചു. എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ഭാരം പോയ പോലെ തോന്നുന്നു. ശ്വാസോച്ഛ്വാസങ്ങൾക്ക് കൂടി സൗകര്യം വർദ്ധിച്ച പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. രാമകിശോരൻ: ഞാൻ ഒരു കാര്യം പറയുവാൻ മറന്നു. കുന്തലത മുഖപ്രസാദം മങ്ങിക്കൊണ്ട് അതെന്ത് എന്ന് ചോദിച്ചു. രാമകിശോരൻ: എൻ്റെ പ്രിയ കുന്തലതെ, ഭവതിയുടെ സ്വേച്ഛപ്രകാരം എന്നെ ഭർത്താവാക്കി വരിച്ചാൽ അച്ഛൻ യാതൊന്നും മറുത്തു പറയുകയില്ലായിരിക്കും. എങ്കിലും കുന്തലത എന്നെ വരിക്കുന്നതിനു മുമ്പായി ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഭവിഷ്യത്തിനെ വഴിപോലെ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് എനിക്ക് അല്പം പോലും ബഹുമാനമില്ല. എന്നെ അല്ലാതെ വേറെ ഒരു ചെറുപ്പക്കാരനെയും കുന്തലത കാണുവാൻ സംഗതി വന്നിട്ടില്ലല്ലോ. മേലാൽ ഓരോ രാജ്യങ്ങളെയും ജനങ്ങളെയും സഞ്ചരിച്ച് കാണുവാൻ കുന്തലതയ്ക്ക് തന്നെ സംഗതി വന്നാൽ എന്നേക്കാൾ ഗുണോത്കർഷമുള്ളവരും കുന്തലതയ്ക്ക് അധികം അനുരൂപന്മാരുമായ പുരുഷന്മാരുണ്ടായിരിക്കെ ഈ അസാരനായ എന്നെ വരിച്ചത് അബദ്ധമായി എന്നൊരു പശ്ചാത്താപം ലേശം പോലും തോന്നുവാൻ ഇടവയ്ക്കരുതേ. ഭവതി എൻ്റെ ഭാര്യയായി എന്നു വരികിൽ എനിക്ക് ജന്മസാഫല്യം വന്നു. എങ്കിലും സ്വാർത്ഥതയെ മാത്രം കൊതിച്ച് ഭവിഷ്യത്തുകളായ ദോഷങ്ങളെ എന്നാൽ മുൻകൂട്ടി കാണുവാൻ കഴിയുന്നിടത്തോളമെങ്കിലും ഭവതിയെ അറിയിക്കാതെ കഴിയുന്നത് ഏറ്റവും പാപകരമാണ്. ആയതുകൊണ്ട് ജീവാവസാന പര്യന്തം നിൽക്കേണ്ടതായ നമ്മിലെ ഈ ശാശ്വതമായ സംബന്ധത്തെ തീർച്ചപ്പെടുത്തതിന് മുമ്പായി ഒരിക്കൽ കൂടി ഗുണദോഷങ്ങളെ വഴിപോലെ ആലോചിക്കണമേ. കുന്തലത: അങ്ങ് പറയും പോലെ
വേറെ ഒരു പുരുഷനെ വരിക്കാമായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നതായാൽ തന്നെ, ഈശ്വര, അങ്ങനെ തോന്നുന്ന കാലത്ത് എൻ്റെ ഹൃദയം നശിക്കട്ടെ. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നിടത്ത് നിന്ന് എൻ്റെ അനുരാഗത്തെ തിരികെ എടുക്കുവാൻ എന്നാൽ അശക്യമാണല്ലോ. ആയതുകൊണ്ട് ഇനി ആ വക ആലോചനകൾ നിഷ്പ്രയോജനമെന്ന് തീർച്ച തന്നെ. നന്മയായാലും തിന്മയായാലും വേണ്ടതില്ല. ഇനി മേലാൽ ഞാൻ അങ്ങയുടെ കുന്തലത, അങ്ങന്ന് എൻ്റെ പ്രിയ രാമകിശോരൻ. ഇതിന് യാതൊരു ഇളക്കവുമില്ല. കാലദേശാവസ്ഥകളെക്കൊണ്ട് ഭേദപ്പെടാതെ സമ്പത്തിലും വിപത്തിലും ആപത്തിലും അരിഷ്ടതയിലും ഒരുപോലെ ജീവാവസാന പര്യന്തം അങ്ങയെ ദൃഢമാകും വണ്ണം സ്നേഹിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഹൃദയത്തെയും എന്നെയും അഖില ചരാചര ഗുരുവായ ജഗദീശ്വരൻ സാക്ഷിയാകെ അങ്ങേക്കായതുകൊണ്ട് ഇതാ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീഴുവാൻ ഭാവിക്കുമ്പോഴേക്ക് രാമകിശോരൻ ഹർഷാശ്രുക്കളോടുകൂടി പിടിച്ചു നിർത്തി രണ്ടുപേരും അന്യോന്യം ഗാഠമാകും വണ്ണം ആശ്ലിഷ്ടന്മാരായി കുറേ നേരത്തേക്ക് തങ്ങളുടെ മറ്റ് സകല അവസ്ഥകളും വിചാരങ്ങളും മറന്ന് ആനന്ദാർണവത്തിൽ നിമഗ്നരായി നിന്നു. പിന്നെ ദീർഘനിശ്വാസത്തോടുകൂടി തമ്മിൽ വേർപെട്ട് രണ്ടാമതും സംഭാഷണം തുടങ്ങി. രാമകിശോരൻ: നേരം ഞാൻ വിചാരിച്ച പോലെ അധികമായിട്ടില്ല. കുന്തലത: നാം നടക്കാൻ തോട്ടത്തിലേക്ക് വന്നതിൽ പിന്നെ ഈ അല്പനേരം കൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മാതിരി വിചാരങ്ങളാണ് ഉണ്ടായത്. അധികം നേരമായി എന്ന് തോന്നിയത് അതുകൊണ്ടായിരിക്കണം. രാമകിശോരൻ: ഈ അല്പനേരം കൊണ്ട് നമ്മുടെ വിചാരങ്ങളും സ്ഥിതിയും എത്ര ഭേദം വന്നു! ആശ്ചര്യം. കുന്തലത: നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അകൃത സുഹൃതന്മാർക്ക് അസുലഭം തന്നെ. രാമകിശോരൻ: പക്ഷേ നിരുപമമായ ഈ സന്തോഷം അധികം നേരം നിൽക്കുമെന്ന് മാത്രം വിചാരിക്കേണ്ട. മനുഷ്യർക്ക് ദുഃഖസമ്മിശ്രമല്ലാത്ത സുഖം ദുർലഭം. വരുവാൻ പോകുന്ന ഒരു സുഖക്കേട് ഇതാ ഇപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിഴലിച്ചിരിക്കുന്നു. ആലോചിക്കുന്നിടത്തോളം ആ നിഴൽ അധികം ഇരുളുകയും ചെയ്യുന്നു. കഷ്ടം. കുന്തലത അത് എന്ത് എന്ന് ചോദിക്കും പോലെ സങ്കടത്തോടുകൂടി രാമകിശോരൻ്റെ മുഖത്തേക്ക് നോക്കി. രാമകിശോരൻ: എനിക്ക് എൻ്റെ സോദരിയെ കാണുവാൻ വൈകിയിരിക്കുന്നു. എന്നെ ഇതുവരെയായിട്ടും കാണാകയാൽ അവൾ ഇപ്പോൾ തന്നെ വ്യസനിക്കുന്നുണ്ടാകും. പോയി വേഗത്തിൽ മടങ്ങി വരാമെന്ന് തോന്നുന്നുണ്ട്. എങ്കിലും കുന്തലതയെ പിരിയുക എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷാദമാകുന്നു. സോദരിയെ കാണാതിരിക്കുകയോ അതും വിഷമം. എന്ത് ചെയ്യേണ്ടു എന്നറിഞ്ഞില്ല. കുന്തലത: കഷ്ടം. നമ്മുടെ സുഖം മിന്നൽ പിണരുന്ന പോലെ ക്ഷണമാത്രം പ്രകാശിച്ച് അതാ നോക്കൂ എന്ന് പറയുന്നതിനിടയിൽ ദുഃഖമാകുന്ന അന്ധകാരം ഗ്രസിച്ചു കഴിയുന്നു. രാമകിശോരൻ: ഞാൻ കുന്തലതയെയും എൻ്റെ ഒരുമിച്ച് കൊണ്ടുപോയാലോ? കുന്തലത: എനിക്ക് വളരെ സന്തോഷം തന്നെ. പക്ഷേ അച്ഛൻ സമ്മതിക്കുമോ എന്നാണ് സംശയം, അല്ലേ? നമ്മുടെ രണ്ടാളുടെയും ഇഷ്ടം ഇന്ന പ്രകാരമെന്നറിഞ്ഞാൽ അച്ഛൻ അതിന് മറുത്തൊരു വാക്ക് പറയുകയില്ല. അദ്ദേഹം അത്ര നല്ല ആളാണ്. പക്ഷേ എന്നെക്കുറിച്ച് ഇത്ര വാത്സല്യവും ദയവും ഉള്ള അദ്ദേഹത്തെ വിട്ടുപോകുവാൻ എനിക്ക് ധൈര്യം മതിയാവുന്നില്ല. രാമകിശോരൻ: അദ്ദേഹത്തെ വിട്ടുപോവാൻ മനസ്സില്ലായ്മ എനിക്കും കുന്തലതയേക്കാൾ ഒട്ടും കുറവില്ല. വേഗത്തിൽ മടങ്ങി വരാമല്ലോ എന്ന് വിചാരിച്ച് സമാധാനപ്പെടുകയാണ് ഞാൻ ചെയ്യുന്നത്. അച്ഛനോട് നമ്മുടെ കൂടെ പോരണമെന്ന് അപേക്ഷിച്ചാലോ? അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ വിജനവാസവും മറ്റും കണ്ടതുകൊണ്ട് എനിക്ക് ഊഹിക്കാം. അതുകൊണ്ട് നാം അപേക്ഷിച്ച് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാക്കി തീർക്കുന്നത് നന്നല്ല. കുന്തലതയുടെ സമ്മതമുണ്ടെങ്കിൽ ഞാൻ പോയി 4 ദിവസം എൻ്റെ സഹോദരിയുടെ ഒരുമിച്ച് താമസിച്ച് വേഗത്തിൽ മടങ്ങിവരാം. കുന്തലതയെ കാണായികയാലുള്ള വ്യസനം ഒരു ശൃംഖല പോലെ ഞാൻ പോകുന്നിടത്തൊക്കെയും എന്നെ ബാധിക്കും. കുന്തലതയെ കാണുവാനുള്ള ആഗ്രഹം ഇങ്ങോട്ടേക്ക് എന്നെ സദായിപ്പോഴും ആകർഷിക്കുകയും ചെയ്യും. ആയതുകൊണ്ട് ഞാൻ പോയി വരുവാൻ സമ്മതിക്കണേ. കുന്തലതയുടെ കണ്ണിൽ അശ്രുബിന്ദുക്കൾ പൊടിഞ്ഞുകൊണ്ട്: അങ്ങ് പോയാൽ വേഗത്തിൽ വരുമല്ലോ, പോയി വന്നാട്ടെ. സോദരിയെ കാണാൻ താൽപ്പര്യം കൊണ്ടല്ലേ.
എന്നും മറ്റും എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ തമ്മിൽ പിരിയുക എന്ന് വിചാരിക്കുമ്പോഴുണ്ടാകുന്ന വ്യസനം അടക്കുവാൻ ഞാൻ സമർത്ഥയാകുന്നില്ല. രാമകിശോരൻ കണ്ണുനീര് തുടച്ച് കുന്തലതയെ സമാധാനപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ കുന്തലത വ്യസനം സഹിക്കാതെ രാമകിശോരൻ്റെ മാറിലേക്ക് തലചായ്ച്ച് അശ്രുധാര കൊണ്ട് രാമകിശോരനെ കുളിപ്പിച്ചു. രാമകിശോരൻ ഇങ്ങനെ വ്യസനിക്കുന്നതായാൽ ഞാൻ കുന്തലതയെ പിരിഞ്ഞ് എങ്ങും പോകുന്നില്ല, നിശ്ചയം തന്നെ. സോദരിയെ കാണുവാൻ എങ്ങനെയെങ്കിലും ഞാൻ വഴിയുണ്ടാക്കിക്കൊള്ളാം. ഏതായാലും ഇങ്ങനെ വ്യസനിക്കരുതേ എന്ന് പറഞ്ഞു. ആ നിലയിൽ തന്നെ രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ യോഗീശ്വരൻ പിൻഭാഗത്തുകൂടി കടന്നു വരുന്നത് അവർ കണ്ടില്ല. രാമകിശോരൻ്റെ ഒടുക്കത്തെ വാക്കുകൊണ്ട് യോഗീശ്വരൻ വസ്തുത സൂക്ഷ്മമായി ഊഹിച്ചു. പിന്നെ അവർ അത്ര കഠിനമായി വ്യസനിക്കുന്നത് കണ്ടപ്പോൾ സാവധാനത്തിൽ അവരുടെ മുൻഭാഗത്ത് വന്നു നിന്നു. രാമകിശോരന് യോഗീശ്വരനെ കണ്ടപ്പോൾ അല്പം പരിഭ്രമമുണ്ടായി. യോഗീശ്വരൻ അത് കണ്ടു എന്ന് ഭാവിക്കാതെ കുന്തലതയെ പതുക്കെ തൻ്റെ മേൽ കണച്ച് എന്തിനിങ്ങനെ വ്യസനിക്കുന്നു എന്ന് ചോദിച്ചു. കുന്തലത യോഗീശ്വരൻ്റെ മുഖത്തേക്ക് ഒന്ന് തല പൊങ്ങിച്ചു നോക്കി. അപ്പോൾ വ്യസനം അധികമായതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം വളരെ പരിചയമുള്ളതായിരുന്നതുകൊണ്ട് ഒട്ടും പരിഭ്രമമുണ്ടായില്ല. യോഗീശ്വരൻ എന്തായാലും വേണ്ടതില്ല. നിങ്ങളുടെ വ്യസനത്തിൻ്റെ കാരണം എന്നോട് പറഞ്ഞാൽ ഞാൻ നിവൃത്തിയുണ്ടാക്കാം. നിങ്ങൾ വ്യസനിക്കുന്നത് കണ്ടിട്ട് എനിക്കും വളരെ വ്യസനമുണ്ടാകുന്നു എന്ന് പറഞ്ഞു. സ്നേഹത്തോടും വളരെ ദയയോടും കൂടി പറഞ്ഞ് ആ വാക്കുകൾ കേട്ടപ്പോൾ രാമകിശോരൻ കുന്തലത കഠിനമായി വ്യസനിക്കുന്നതിൻ്റെ കാരണം ചുരുക്കത്തിൽ പറഞ്ഞു. അത് തന്നെ തനിക്കും വളരെ വ്യസന കാരണമായിരിക്കുന്നു എന്നും അറിയിച്ചു. യോഗീശ്വരൻ ഇതിനു വേണ്ടിയിട്ടാണോ ഈ കാറും മഴയും? താമസിയാതെ നമുക്കെല്ലാവർക്കും കൂടി തന്നെ രാമകിശോരൻ്റെ നാട്ടിലേക്ക് പോയി സോദരിയെ കണ്ട് മടങ്ങി വരാമല്ലോ. അതല്ല, നാം രണ്ടുപേരും അവിടെ തന്നെ താമസിച്ചേ കഴിയൂ എന്നാണ് രാമകിശോരൻ്റെ ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനും തരക്കേടെന്ത്? ഏതായാലും ഇങ്ങനെ വ്യസനിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ യോഗീശ്വരൻ പറഞ്ഞപ്പോഴേക്ക് കുന്തലതയുടെ മുഖത്ത് നിന്ന് കാറും മഴയും നീങ്ങി ശരത്ചന്ദ്രനെപ്പോലെ പ്രകാശിച്ചു. രാമകിശോരൻ ഞങ്ങളുടെ ആവശ്യവും ഇതുതന്നെയായിരുന്നു. അങ്ങയെ അറിയിക്കുവാൻ മടിച്ചതാണ്. ഇന്ന് എല്ലാം കൊണ്ടും ഒരു സുദിനമാണ്. ഞങ്ങളുടെ മനോരഥം സാധിച്ചുവല്ലോ. യോഗീശ്വരൻ എനിക്കും സുദിനമാണെന്ന് പറയാം. ഞാൻ രാവിലെ നടക്കാൻ പോയത് വൃഥാവിലായില്ല. എനിക്ക് പണ്ടത്തെ ശിഷ്യന്മാരാരെങ്കിലുമാണെന്ന് തോന്നുന്നു ഈ പട്ടയച്ചു തന്നത് എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പെട്ടിയിൽ നിന്ന് ഒരു പട്ടെടുത്ത് കാണിച്ചു. കുന്തലത അതെടുത്തു നോർത്തി നല്ല പട്ട് എന്ന് പറഞ്ഞു. അതിലുണ്ടായിരുന്ന ചില സുവർണ രേഖകളെ കണ്ട് വിസ്മയിച്ചു. രാമകിശോരൻ ഇത് അയച്ച ശിഷ്യൻ ആരാണ്? ധനികനാണെന്ന് തോന്നുന്നു. എങ്ങനെ കിട്ടി? യോഗീശ്വരൻ എനിക്ക് തരുവാനായി ധർമ്മപുരിയിൽ എൻ്റെ പരിചയക്കാരനായ ഒരു ബ്രാഹ്മണൻ്റെ പക്കൽ ഇന്നലെ കൊടുത്തതാണത്രേ. ആരയച്ചതാണെന്ന് സൂക്ഷ്മം അറിയാൻ കഴിഞ്ഞിട്ടില്ല. വഴിയേ അറിയാം എന്ന് പറഞ്ഞ് രാമകിശോരനെയും കുന്തലതയെയും അകത്തേക്ക് പറഞ്ഞയച്ച് താൻ രാമദാസനോട് ചിലത് പറഞ്ഞേൽപ്പിച്ച് അവനെയും എങ്ങാണ്ടൊരിടത്തേക്ക് അയച്ചു. പിന്നെ വളരെ വിചാരമുള്ള മാതിരിയിൽ ആരോടും സംസാരിക്കാതെ ഉമ്മറത്ത് ഉലാത്തിക്കൊണ്ടും ഇരുന്നുകൊണ്ടും നേരം കഴിക്കുന്നത് കണ്ട് കുന്തലത പറഞ്ഞു, അച്ഛൻ നമ്മുടെ സംഭാഷണത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചും തന്നെയായിരിക്കണം ആലോചിക്കുന്നത്. ആക്ഷേപമില്ല. രാമകിശോരൻ അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ മുമ്പത്തെ പരിചയക്കേടും ലജ്ജയും ഇപ്പോഴത്തെ ഈ സ്ഥിതിയും കൂടി ഓർത്തു നോക്കുമ്പോൾ നമ്മെക്കൊണ്ട് എന്തു തോന്നും? അത്ഭുതം തോന്നാതിരിക്കുകയില്ല. കുന്തലത നമ്മെക്കൊണ്ട് അനിഷ്ടമായിട്ട് ഒന്നും തോന്നിയിട്ടില്ലെന്ന് തീർച്ച തന്നെ. ഉണ്ടെങ്കിൽ ഒരു വിനാഴിക പോലും നമ്മോട് പറയാതെ അത് മനസ്സിൽ വയ്ക്കയില്ല എന്നെനിക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ മുഴുവൻ അറിഞ്ഞാൽ തന്നെ അച്ഛന് പഥ്യമാവുമെന്ന് തോന്നുന്നു. ഇങ്ങനെ അവർ തമ്മിൽ യോഗീശ്വരനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടും യോഗീശ്വരൻ വളരെ ചിന്താപരനായിട്ടും ഇരിക്കെ
നേരം വൈകി സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു. അധ്യായം 15. നിഗൂഹനം. കലിംഗ രാജ്യത്തിൽ യുദ്ധത്തിന് വളരെ ജാഗ്രതയോടുകൂടി കോപ്പുകൂട്ടി വരുന്ന സമയത്ത് കുന്തള രാജ്യത്തേക്ക് അയച്ചിരുന്ന ദൂതൻ മടങ്ങിയെത്തി. അപ്പോഴാണ് യുദ്ധം കൂടാതെ കഴിയുകയില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായത്. അതിനു മുമ്പായി തന്നെ യുദ്ധം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെയും കൂടി തയ്യാറാകയാൽ പ്രധാനമന്ത്രിയുടെ മുൻകാഴ്ചയെക്കുറിച്ച് എല്ലാവരും പ്രശംസിച്ചു. ദൂതൻ എത്തിയതിൻ്റെ 4-ാം ദിവസം തന്നെ 2 ആളുകൾ കുന്തളരാജ്യത്തിൻ്റെ അതിരിൽ നിന്ന് അതിവേഗത്തിൽ പാഞ്ഞെത്തി കുന്തളേശനും പടയും വരുന്ന വിവരം മന്ത്രിയെ അറിയിച്ചു. അഘോരനാഥൻ ആ ചാരന്മാരോട് നിങ്ങൾ എന്തു കണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ അജ്ഞാതന്മാരായിട്ട് കുന്തളരാജ്യത്തിൽ ചെന്നപ്പോൾ കുന്തളേശൻ്റെ സൈന്യത്തിൻ്റെ വലിയൊരു ഭാഗം ഇങ്ങോട്ട് പുറപ്പാട് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഊക്കോടുകൂടിയ വരവ് കണ്ടപ്പോൾ ഞങ്ങൾ ഒട്ടും താമസിയാതെ സ്വാമിയെ ഉണർത്തിപ്പാൻ ഓടിപ്പോന്നതാണ് എന്ന് ചാരന്മാർ പറഞ്ഞു. അഘോരനാഥൻ, നിങ്ങൾ കണ്ടു എന്ന് തീർച്ചയാണല്ലോ എന്ന് ചോദിച്ചതിന് ചാരന്മാർ, സ്വാമി, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതുപോലെ പരമാർത്ഥമാണ് എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അഘോരനാഥൻ ശത്രുക്കൾ വരുന്നത് മുൻകൂട്ടി അറിയിച്ച ആ ചാരന്മാർക്ക് ചില സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്തു. പ്രധാന സേനാനാഥൻ്റെ സ്ഥാനം വഹിക്കുവാനായിട്ട് യോഗ്യന്മാരായ സേനാധിപന്മാർ ആരുമില്ലാതിരുന്നതിനാൽ അഘോരനാഥൻ തന്നെ പ്രധാന സേനാനാഥനായി. തനിക്ക് സഹായിപ്പാൻ 16 സേനാപതിമാരെയും തിരഞ്ഞെടുത്തു. രാജധാനിയെയും അതിന് ബലമായ ചിത്രദുർഗത്തെയും രക്ഷിച്ച് കുന്തളേശൻ്റെ അതിക്രമത്തെ തടുക്കുകയല്ലാതെ അപ്പോൾ ഉള്ള സൈന്യങ്ങളെക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ സൈന്യത്തിൻ്റെ വരവിനെ തന്നെ തടക്കുവാൻ പ്രയാസമാണെന്ന് കണ്ട് ചിത്രദുർഗത്തിൻ്റെ 4 വാതിൽക്കലും ഓരോ സേനാപതിമാരെയും 1000 ഭടന്മാരെയും ചുറ്റും 4 വരി കുതിരച്ചേകവരെയും നിർത്തി. ശേഷം സൈന്യത്തെ 2ആയി പകുത്ത് ഏകദേശം 3000 കാലാളുകളും കുറേ കുതിരച്ചേകവരും ഉള്ള വലിയ ഭാഗത്തിന് യുവരാജാവിനെ നായകനാക്കി കുന്തളേശൻ വരുവാൻ തരമുള്ളതാണെന്ന് തോന്നിയ ഒരു വഴിയിൽ നിർത്തി. അങ്ങനെയുള്ള മറ്റൊരു വഴിയിൽ സൈന്യത്തിൻ്റെ മറ്റേ പകുതിയോടും കൂടി പ്രധാന സേനാനാഥനായ അഘോരനാഥനും പാളയമടിച്ചു. ഇങ്ങനെ സൈന്യങ്ങളെ ഓരോ ദിക്കിലുറപ്പിച്ച് അവിടവിടെ കൈനിലയ്ക്ക് പടകുടികളും കെട്ടി കുന്തളേശനും സൈന്യവും ഇതാ എത്തി എന്ന് വിചാരിച്ചുകൊണ്ട് അസ്തമനം വരെ എല്ലാവരും കാത്തുകൊണ്ടിരുന്നു. പിന്നെ രാത്രിയിൽ ഊഴമിട്ട് കാക്കുന്നവർ ഒഴികെ മറ്റെല്ലാവരും വേഗത്തിൽ ഉറങ്ങിക്കൊള്ളട്ടെ എന്ന് പ്രധാന സേനാനാഥൻ്റെ കൽപ്പന പ്രകാരം ഭടന്മാരും സേനാപതിമാരും നേരത്തെ ഉറക്കമാവുകയും ചെയ്തു. ഇങ്ങനെ കലിംഗരാജാവിൻ്റെ സൈന്യം ശത്രുസൈന്യത്തെ നേരിടുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കെ അതേ സമയത്ത് ചന്ദനോദ്യാനത്തിൻ്റെ സമീപമുള്ള സൈകതപുരിയിൽ ഒരു ശൂദ്ര വീട്ടിൽ ഒരു സന്തോഷം സംഭവിച്ചത് നമ്മുടെ കഥയോട് വളരെ സംബന്ധമുള്ളതാകയാൽ ഇവിടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ വീട്ടിൽ ഒരു പ്രായം ചെന്ന തള്ളയും അവരുടെ ഒരു മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും വിളിപ്പാടിനുള്ളിൽ മറ്റു പല കുടികളും ആളുകളും ഉണ്ടായിരുന്നു. പുലരുവാൻ 3 നാഴികയുള്ളപ്പോൾ ആ വീട്ടിൻ്റെ പടിവാതിൽക്കൽ ആരോ ചിലർ വിളിക്കുന്നത് കേട്ടിട്ട് തള്ള തന്നെ വിറച്ചുകൊണ്ട് ഒരു കൈവിളക്കോടുകൂടി പടിക്കലേക്ക് പോയി വാതിൽ തുറന്നു. അപ്പോൾ മുഴുവനും കറുത്ത വസ്ത്രം കൊണ്ട് മൂടിയ 4 ആളുകൾ അകത്തേക്ക് കടന്നു. അതിലൊരുവൻ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ചിലരെ പറഞ്ഞയച്ച് വേഗത്തിൽ എല്ലാറ്റിലും മുമ്പിൽ നിന്നു. മുഖം മൂടിയത് എടുത്തു കളഞ്ഞു. നിങ്ങൾ എന്നെ അറിഞ്ഞുവോ എന്ന് ആ തള്ളയോട് ചോദിച്ചു. തള്ള അവർ എന്തൊരു കൂട്ടം ആളുകളാണ്, എന്തിനു വന്നവരാണെന്നും മറ്റും അറിയായികയാൽ പരിഭ്രമിച്ചുവെങ്കിലും അവൻ ചോദിച്ചത് കേട്ടപ്പോൾ തൻ്റെ വിളക്കുയർത്തിപ്പിടിച്ച് തല പൊങ്ങിച്ച് കുറേ നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കണ്ണു തിരുമ്മി പിന്നെയും നോക്കി. അപ്പോഴേക്ക് അമ്മ വരുവാൻ ഇത്ര താമസം എന്തെന്നറിയാകിയാൽ മകളും പടിക്കലേക്കെത്തി. നീ എന്നെ അറിഞ്ഞുവോ എന്ന് അവൻ അപ്പോൾ മകളോടും ചോദിച്ചു. അവൾ കുറച്ചു നേരം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എൻ്റെ ഏട്ടനല്ലേ ഇത് എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ഉടനെ അവനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ കുട്ടി, നീ മരിച്ചുപോയി എന്നല്ലേ ഞങ്ങളെല്ലാവരും വിചാരിച്ചത് എന്ന് പറഞ്ഞ് ആ തള്ളയും അവനെ കെട്ടിപ്പിടിച്ചു. 2 പേരും കൂടി വളരെ സന്തോഷിച്ചു.
പിന്നെ തള്ള പല പഴമകളും പറഞ്ഞ് ഇത്തിരി നേരം കണ്ണുനീർ ഒലിപ്പിച്ചു കൊണ്ടു നിന്നു. അതിൻ്റെ ശേഷം അവർ മറ്റു 3 ആളുകളെയും അകായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല ഒരകത്ത് ഒരു കട്ടിലിന്മേലിരുത്തി കുറച്ചു നേരം അവരോട് രഹസ്യമായി ചിലത് പറഞ്ഞ് പുറത്തേക്ക് കടന്ന് അമ്മയെയും പെങ്ങളെയും വിളിച്ചു. അമ്മേ, എന്നെ ചത്തുപോകാതെ ഇത്ര നാളും രക്ഷിച്ചത് ഇവരാണ് കേട്ടോ. പെരുത്ത് നല്ലൊരാണമ്മേ ഇവർ. ഇവർക്ക് വേണ്ടുന്ന സൽക്കാരങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. പക്ഷേ അവരോട് ഊരും പേരും ഏതും ചോദിക്കാതിരിക്കട്ടെ. എന്ന് തന്നെയല്ല, മറ്റാരെങ്കിലും ഇവിടെ വന്നാൽ ഇവരുള്ള വർത്തമാനം മാത്രം മുണ്ടിപ്പോകരുത്. അവർ ഇവരെ കണ്ടു എന്നും വന്നു പോകരുത്. അത് നല്ലവണ്ണം കരുതിക്കൊള്ളുവിൻ. ഞാൻ അന്തിയാവുമ്പോഴേക്ക് മടങ്ങിവരും. വർത്തമാനമെല്ലാം അപ്പോൾ പറയാം. എന്നാൽ പറഞ്ഞോണം എല്ലാം ഒരു ത്വരയ്ക്ക് വ്യത്യാസം കൂടാതെ നടന്നോളിൻ. തെറ്റീന്നും വന്നു എന്നെ മഷി വെച്ച് നോക്കിയാൽ കൂടി നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല. അത് നല്ലവണ്ണം ഓർമ്മയുണ്ടായിരുന്നോട്ടെ എന്ന് പറഞ്ഞ് തള്ളയുടെ പക്കൽ ഒരു സഞ്ചി പണവും കൊടുത്ത് പുറത്തേക്ക് കടന്നു. അപ്പോഴേക്ക് അകത്തിരുന്നവരിൽ ഒരാൾ കൂടി പുറത്തേക്ക് വന്നു. അവർ 2 പേരും കൂടി തമ്മിൽ ഒന്നും സംസാരിക്കാതെ ബദ്ധപ്പാടോടുകൂടി വേഗത്തിൽ പടികടന്ന് പോകുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുന്നു. പതിവ് പോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി ബാക്കി ഭാഗങ്ങളുമായി വരുന്നതുവരെ നന്ദി.